ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ സിനിമയിലെ ഉറവ് എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. മധുശ്രീയാണ് പാടിയിരിക്കുന്നത്. നമുക്കൊന്ന് കേട്ടോക്കാം. വാ. ഗൗതം വെട്രി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെൻഡ് കഴിഞ്ഞുള്ള പാട്ടാണ് മധുശ്രീ. Ebony. Emotional side. പിച്ചാണ്. ജനനായകൻ സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും. സിനിമയുടെ തുടക്കത്തിലുള്ള ഫസ്റ്റ് ഹാഫിലുള്ള ഒരു സീനാണ്. അതായത് ദളപതി വിജയുടെ ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം അമ്മയെ കാണണം, അമ്മയുടെ അവസാനമാണ്, അപ്പൊ അമ്മയ്ക്ക് അവസാനമായിട്ടൊന്ന് കാണണം. ആ ഒരു സിറ്റുവേഷനിൽ ഗൗതം മേനോൻ സമ്മതിച്ചു കൊണ്ടുവന്നൊരു സിറ്റുവേഷനാണ്. അതിനുശേഷം ഗൗതം മേനോന് ജോലി പോകുന്നു, കാരണം ജയിൽ പുള്ളിയെ ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ പറഞ്ഞ്. ആൻഡ് വിജയ് സാറിന്റെ ഒരു ഇമോഷണൽ സൈഡ് ഈ ഒരു പോർഷനിലും ആൻഡ് മമിതയുടെ ആ ഒരു സീനുകളുള്ള പോർഷനിലും നന്നായിട്ട് തന്നെ എച്ച് വിനോദ് എടുത്തു വെച്ചിട്ടുണ്ട്. പലപ്പോഴും വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, വിജയെ കൊണ്ട് ഇമോഷണൽ സാധനങ്ങളൊന്നും ചെയ്യാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ് പല ട്രോളുകളും ഒരുപാട് ഇപ്പോഴും ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്. ബട്ട് അദ്ദേഹം അതെല്ലാം തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അത് സക്സസ് ആക്കുന്നുണ്ട്, ചിലത് ഫ്ലോപ്പ് ആവുന്നുമുണ്ട്. അതിൽ വേറെ സംശയമൊന്നുമില്ല. കാരണം ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരു സിനിമ വിജയിക്കും, അല്ലെങ്കിൽ ഒരു ആക്ടിങ് വിജയിക്കും, ഒരു പടം തോക്കും, അല്ലെങ്കിൽ ഒരു ആക്ടിങ് തോൽക്കും. അത് നായകനുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇതൊരു ലാസ്റ്റ് പടമാണ്. ലാസ്റ്റ് പടം സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലെ ഓരോ സീന് കഴിയും തോറും ഇനിയൊരു സീൻ ഇല്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനാണ്. കാരണം പടം തീർന്ന് ഇനി വേറെ പടവും ഇല്ല. ഇതാണ് അനിരുദ്ധ്. കെവിൻ പ്രൊഡക്ഷൻസ് റിലീസ് ചെയ്തിരിക്കുന്നത് ഉറവ് എന്നൊരു സോങ് ജനനായകനിലാണ്, ഫിലിം വേർഷനാണ്. അപ്പൊ അതിന്റെ ഷോട്ടുകളൊക്കെയാണ് ഈ സോങ്ങിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ഫുൾ മധുശ്രീയാണ് പാടുന്നത്, കിട്ടില്ലനായിട്ട്. അതായത് ഇടയ്ക്ക് എനിക്ക് ലവ് പാട്ട് പോലെ തോന്നിപ്പോയി. അത് കാരണം ഇങ്ങനെ പതിയ ഒരു വന്നിട്ട് പെട്ടെന്നൊരു ഹൈ പിച്ച് പാടി ഓലകി അങ്ങനെ എന്ത് വരുമ്പോൾ ഒരു ഹൈ പിച്ചൊക്കെ പാടി നല്ല കിട്ടില്ലനായിട്ടാണ് ഈ പാട്ട്. വളരെ സ്ലോ പിച്ചിൽ. ആൻഡ് വിവേകിന്റെ ലിറിക്സ് ഞാൻ പറയണ്ടല്ലോ, കിടിലനായിട്ട്. അതിന്റെ ഇടയിൽ അനിരുദ്ധിന്റെ ആ ഒരു മെലഡിയിൽ ആ ഒരു ഹമ്മിങ് ആയിട്ട് ചെറിയൊരു ആ ഒരു വിഷമത്തിലുള്ള ഒരു ഹമ്മിങ് ഒക്കെ ഇട്ട് നല്ല കിടിലനായിട്ട്. ആൻഡ് പലപ്പോഴും വിജയ്ക്ക് ഇമോഷണൽ വരില്ല, ഇമോഷണൽ ആക്ടർ അല്ല, അല്ലെങ്കിൽ കരയാൻ അറിഞ്ഞൂടെന്ന് പല സിനിമകളിൽ അത് വിജയ് തള്ളിക്കളഞ്ഞ് വിജയ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ തെറി ആയാലും, മെർസലായാലും, ബിഗിലായാലും, ലിയോ ആയാലും, മാസ്റ്റർ ആയാലും, ഇപ്പൊ ജനനായകനിലായാലും ഇമോഷണൽ സീൻ വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, കരയാൻ അറിയില്ല, അതാർക്കും ഫലിപ്പിക്കാൻ പറ്റില്ല, ഓഡിയൻസിന് കൺവിൻസ് ആവില്ല. ബട്ട് അതല്ലാതെ അദ്ദേഹം അതെല്ലാം തള്ളിക്കളഞ്ഞ് അത് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്തു. അദ്ദേഹം ആക്ടറാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു. അത് ഇമോഷണൽ സീൻ ഇതിലും അതുപോലെ തന്നെ എച്ചുവിനോ നല്ല രീതിക്ക് ഇമോഷണൽ സീൻസ് ഒക്കെ ദളപതി വിജയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ടും ആക്കിയിട്ടുണ്ട്. ടോട്ടൽ ആ പടത്തിന് പല റിവ്യൂസും ഉണ്ട്. ഓണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഡിസാസ്റ്റർ റിവ്യൂസ് ആണ് കൂടുതലും വന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, 6 മാസം മുന്നേ റിലീസ് ചെയ്യേണ്ട പടം 6 മാസം കഴിഞ്ഞ്, അതിന് മുന്നേ HD പ്രിന്റ് ലീക്കായ പടം, ഇതിൽ വേറെ 1.5 കോടിയോളം പേര് കണ്ട പടം, ഇതിൽ വേറെ അവസാന പടം കൂടെയാണ്.
ഇനിയിപ്പോ തിയേറ്റർ റിലീസ് വന്ന ആള് വരെ വരുമോ എന്നുള്ളൊരു സംശയവും ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് തളപതി വിജയുടെ പടം. എച്ച് വിനോദ് ഒരു ജനനായകൻ ഓഡിയോ ലോഞ്ചില് പറഞ്ഞ പോലെ അയ്യാ ഇത് തളപതി പടം. അദ്ദേഹത്തിന് ഒരു ഓറ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്രസന്റ്, അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡ്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡം, അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അതായത് ഈ ഒരു അവസ്ഥ വേറൊരു നായകനായിട്ട് വന്നെങ്കിൽ ഇത്രയും ഒരു ആൾക്കാർ കയറുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും വരില്ല. കാരണം സത്യം പറഞ്ഞാല് ആ ഒരു സിനിമ തുടങ്ങുമ്പോൾ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് തളപതി വിജയ്, സി ജോസഫ് വിജയ് നടിക്കും. ആ ഒരു സെറ്റപ്പ് വരുമ്പോഴേ എല്ലാം തീർന്ന് അമ്മാതിരി ടൈറ്റിൽ കാർഡ്, അമ്മാതിരി ഗൂസ് ബംസ്, ലിറ്ററലി കത്തിക്കലായിരുന്നു തിയേറ്റർ മൊമെന്റ്സ്. കാരണം ആ ഒരു സീനും അതിൽ വന്ന എഡിറ്റും ഇപ്പോഴും സ്റ്റിൽ ആരെ കൊണ്ടുപോകാൻ നടക്കാൻ പോകുന്നില്ല, നടക്കത്തുമില്ല. അതിനി കനവ് കാണാമെന്നല്ലാതെ അതിൽ വേറൊരു സംശയവും ഇല്ല. ആ ഒരു മൊമെന്റ് ആ ഒരു തിയേറ്ററിൽ ആ ഒരു ടൈറ്റിൽ വന്ന സത്യം ആ തിയേറ്റർ നിറഞ്ഞു നിന്നടെ. ആ ഉറവ് പാട്ടും മധുശ്രീയുടെ ആ വോയിസില് ആ ഒരു ചെറിയൊരു തോതിൽ ആ കാട്ടിൽ പോകുന്ന ആ ഒരു ഇതിലും തളപതി വിജയ് നടന്നു വരുന്നത് ആ ഒരു ഇമോഷൻ സീൻസ് ഒക്കെ നന്നായിട്ട് തന്നെ യശുവിനോ ഇത് എടുത്തു വെച്ചിട്ടുമുണ്ട്. അനിരുദ്ധാസ് ആൾവേസ് കിടലിനായിട്ട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. ഈ പടത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തളപതി വിജയുടെ സീൻ എന്ന് പറയുന്നത് ഈ പോലീസ് വരുന്ന സീനൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ചില സമയം നമുക്ക് ഇങ്ങനെ കൊള്ളാം, ഇച്ചിരി ഇങ്ങനെ എടുത്താ എന്നൊക്കെ തോന്നിപ്പോയി. കാരണം തളപതി വിജയ് ആ ഒരു ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ തളപതി അതിന്റെ ഇടയിൽ രാവണ മോഹൻദാസ് ബീജിയമും ദ ട്രൂ ലീഡർ ബീജിയമും ഒക്കെ ഇട്ട് അനിരുദ്ധ്, അതിന്റെ ഇടയിൽ തളപതി കച്ചേരി വിജയ് ആ തളപതി കച്ചേരി ബീജിയമും മിക്സ് ചെയ്തൊക്കെ അനിരുദ്ധ് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഉറവ് സോങ്ങും ഒരു ഫാമിലി ഇമോഷൻസ് ഒക്കെ പറ്റിയ ഒരു കിടിലം പാട്ടാണ്. ഇത് ഫിലിം വേർഷൻ ആയതുകൊണ്ട് അവർ ഒരു 1 മിനിറ്റ് 40 സെക്കൻഡോളം ഉള്ളു. ബട്ട് ടോട്ടലി പാട്ട് 3.5 മിനിറ്റോളം എന്തോ ഉണ്ട്. കിടിലനായിട്ട് മധുശ്രീ പാടിയിട്ടുണ്ട്. അനിരുദ്ധ് കിടില മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. വിജയുടെ ആ സ്ക്രീൻ പ്രസൻസിൽ ഇമോഷനിൽ കിള്ളാട്ടി എന്ന പടത്തിൽ വന്നിട്ടുമുണ്ട്. അതിൽ ആ കൊച്ചുകുട്ടി നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജയോടുള്ള ക്യൂട്ട് കോംബോ സീൻസ് ഒക്കെ. ഗൗതം മേനോൻ പല ഇതേപോലെ കുറച്ച് സീൻ അഭിനയിച്ചിട്ട് തീരും. അത് നിങ്ങൾ പടം കണ്ടവർക്ക് മനസ്സിലാവും. ഇനിയൊരു ജനനായകൻ ഇല്ല, കാരണം ജനനായകൻ തീർന്നു. ഇനിയൊരു തളപതി വിജയ് പടവും ഇല്ല, കാരണം തീർന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹം ഫുൾ ടൈം പൊളിറ്റിക്സിലാണ്. കാരണം അദ്ദേഹത്തിന്റെ തമിഴ്നാട്ടിൽ മക്കൾക്ക് വേണ്ടി അദ്ദേഹം നല്ല കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരു തിരിച്ചു വരുമൊന്നുമില്ല, കാരണം അതിലും വലിയൊരു കാര്യങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വന്നാൽ ഒരുപാട് സന്തോഷം തന്നെയാണ്. പടം ചെയ്യണമെന്ന് തന്നെയാണ് പേഴ്സണൽ ആഗ്രഹം. ബട്ട് അത് നടക്കില്ല, കാരണം അത്രയും വലിയൊരു കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഇതിലും സിനിമയെക്കാളും അതിലും വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇനി അവിടുത്തെ ജനതയ്ക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. ഉറവ് സോങ് മധുശ്രീ കിട്ടിലനായിട്ട് പാടി വെച്ചിട്ടുണ്ട്.